നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നു. ആദ്യമായി സ്കൈ ഡൈവിങ്ങിന് ഒരുങ്ങിയ സംഘത്തെ കാത്തിരുന്ന വലിയ ദുരന്തം. സ്കൈ ഡൈവിംഗ് സംഘവുമായി പുറപ്പെട്ട വിമാനം തകർന്ന് 11 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ഫ്രാൻസിന്റെ കിഴക്കൻ മേഖലയിലാണ് 11 ജീവനുകൾ നഷ്ടമായ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും 10 യാത്രക്കാരുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേർ സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാരാണ്. രാവിലെ 10 മണിയോടെ ഫ്രാൻസിലെ നാൻസി എസെ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്നടിയുകയായിരുന്നു. സംഭവത്തിൽ പാരീസ് പ്രോസിക്യൂട്ടർ ഓഫീസ് അന്വേഷണം നടത്തും. സ്കൈ ഡൈവിങ്ങിന് പുറപ്പെട്ട യാത്രക്കാരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ വിമാനം തകർന്ന് വീണതെന്നതും ഏറ്റവും വേദനാജനകമായി മാറുകയായിരുന്നു. ആ ബന്ധുക്കളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ആദ്യമായി സ്കൈ ഡൈവിംഗ് ചെയ്തെത്തുന്നവരെ സ്വീകരിക്കാൻ എത്തിയ ബന്ധുക്കളുടെ മുന്നിലേക്കാണ് വിമാനം തകർന്നു വീണത്. സംഭവത്തിന് ദൃക്സാക്ഷികളായ ഉറ്റവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാഹചര്യമുണ്ട്. കൺമുന്നിൽ കണ്ട വലിയൊരു അപകടം മാത്രമല്ല, കത്തിയെരിഞ്ഞത് തങ്ങളുടെ ബന്ധുക്കളാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാഘാതം വലുതാണ്. അത് നേരിടാൻ ആവശ്യമായ സഹായം അവർക്ക് നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ അവസാന ഭാഗത്താണ് ഇത്തരത്തിൽ വിമാനം തകർന്ന് തരിപ്പണമായത്. ഇത് ജനവാസ മേഖലയ്ക്കും ഷോപ്പിംഗ് സെന്ററിന് സമീപത്താണ് വലിയൊരു അപകടം സംഭവിച്ചതെന്നതും ഏറ്റവും പ്രധാനം. വിമാനം തലനാരിഴയ്ക്കാണ് സമീപത്തെ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് വീഴാതിരുന്നതെന്നതും ഏറെ ആശ്വാസകരമെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാകുമായിരുന്നു. കൊല്ലപ്പെട്ട സ്കൈ ഡൈവർമാരിൽ ഏറെ നേഴ്സുമാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരവും കൂടി. മേഖലയിലെ ഒരു നഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്ന് വാരാന്ത്യ ആഘോഷത്തിനായി എത്തിയവരായിരുന്നു ഇവർ. സ്കൈ ഡൈവിംഗ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ ഫ്രാൻസിന്റെ സ്കൈ ഡൈവിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അധികൃതരൊക്കെ വ്യക്തമാക്കുന്നത്. ടേക്ക് ഓഫിന് പിന്നാലെ വലതുവശത്തേക്ക് തിരിയുന്നതിനിടെയാണ് വിമാനം താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയത്. പിന്നാലെ വിമാനം തീ പിടിക്കുകയും അകത്തുണ്ടായിരുന്ന 11ഓളം പേർ വെന്തു മരിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ അവർ കൊല്ലപ്പെട്ടു. യൂറോപ്പിന്റെ മറ്റ് ഭാഗങ്ങളിൽ എന്ന പോലെ ഫ്രാൻസിലും ഉഷ്ണതരംഗം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് ആ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നതും ഏറ്റവും പ്രധാനം. വലിയ മരണം അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുന്നതൊക്കെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. പക്ഷെ കൺമുന്നിൽ തന്നെ ആ ഒരു മരണം കാണുമ്പോൾ ഉണ്ടാകാവുന്ന മാനസികാവസ്ഥ അതൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. എന്തായാലും ഫ്രാൻസിനെ നടുക്കി വലിയൊരു ദുരന്തമായി ഇത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.